ഇക്ക പോയിട്ട് 2 വർഷം കഴിഞ്ഞു. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എത്ര പെട്ടെന്നാലും ആ സമയം പോയത്. ഇനി എന്തായാലും ഇക്ക അങ്ങോട്ട് പോകുന്നില്ലല്ലോ, അതാണ് എന്റെ ഒരു സമാധാനം. അതെ മോളെ, സുഖമായിട്ട് അവൻ എന്തായാലും നാട്ടിൽ തിരിച്ചെത്തിയല്ലോ. നീ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ട് ഇവിടെ കൂടിക്കോട്ടെ. ഇക്ക നാട്ടിൽ കൂടുകയാണോ? അപ്പൊ താത്തിന് ഗൾഫിലേക്ക് പോവില്ലേ? അപ്പൊ എനിക്ക് റീൽസ് ചെയ്യാനോ ആഡംബരമായി ജീവിക്കാനോ എനിക്ക് ഗൾഫിൽ പോകണല്ലോ. അതിന് ഒരേ ഒരു വഴിയുള്ളൂ. എന്തൊക്കാ ഫോണിൽ കളിച്ചിരിക്കാണല്ലോ? പിന്നെ താത്ത എപ്പോഴും പറയും ഗൾഫത്തെ ജീവിതം നല്ല അടിപൊളിയാണെന്നൊക്കെ. എനിക്ക് അങ്ങോട്ട് വരാൻ നല്ല ആഗ്രഹം ഉണ്ട്. അടുത്ത പ്രാവശ്യം പോകുമ്പോ എന്നെയും കൊണ്ടുപോവോ? അതിനെന്താ, നിന്റെ പഠിപ്പൊന്ന് കഴിയട്ടെ, എന്നിട്ടേ നല്ലൊരു ആലോചന നോക്കിയിട്ട് ഗൾഫിലുള്ള ആർക്കെങ്കിലും നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കാം. ഇക്ക, എനിക്ക് ഇക്കാനെ മാത്രം കല്യാണം കഴിച്ചാൽ മതി ഇക്ക. താത്ത കുട്ടികളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താ എന്നെ കൊണ്ടുപോയാ കുഴപ്പം? എന്താ ഷാന നീ പറയണത്? നിനക്ക് ഞാൻ ആരെന്ന് വല്ല വിചാരമുണ്ടോ? നിന്റെ താത്താന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ നോക്കണത്? പോടുന്ന്. ഇപ്പൊ ഞാൻ പോവും, പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം ഞാൻ നടത്തിയിരിക്കും. നോക്കിക്കോ നിങ്ങള്. അല്ല, ഇതെന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കണ്? എന്താ പ്രശ്നം? ഒന്നുമില്ല ഡെൻസോ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? എനിക്കത് പറയാണ്ടിരിക്കാനും പറ്റണില്ല. നമ്മുടെ ഷഹനാന്റെ സ്വഭാവം ഉണ്ടല്ലോ, അത്ര ശരിയല്ല കേട്ടോ. അവൾ എന്നോട് ഇക്ക, എനിക്ക് ഇക്കാനെ മാത്രം കല്യാണം കഴിച്ചാൽ മതി ഇക്ക. താത്ത കുട്ടികളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താ എന്നെ കൊണ്ടുപോയാ കുഴപ്പം? അവൾ ഇത്രക്കൊക്കെ സ്വാർത്ഥയാണൊക്ക. സ്വന്തം താത്താടെ സങ്കടങ്ങൾ പോലും അവൾക്ക് മനസ്സിലാവണില്ലല്ലോ. നമുക്ക് കുട്ടികളില്ലാത്ത എന്റെ കുറവാണെന്നാണ് അവൾ വിചാരിച്ചത്. ഇതെന്തായാലും വെറുതെ വിട്ടാൻ പറ്റില്ല. അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇക്കതിൽ ഒരു കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. മക്കളെ, ഉമ്മ ഒന്ന് പുറത്തു പോയിട്ട് വരാട്ടോ. ഒന്ന് അപ്പുറത്തെ വീട് വരെ, ഇപ്പൊ വേഗം വരാം. ആ ശരി ഉമ്മ. ഡേ, നിർത്തണ നിന്റെ ഫോണിൽ കളി. നീ എന്തൊക്കെയാണ് എന്റെ കണ്ടു പറഞ്ഞത്? ഞാൻ എന്ത് ചെയ്തു എന്നാ? എനിക്ക് ഇക്കാൻ ഇഷ്ടാണ്. അതിനെന്താ പ്രശ്നം? നിങ്ങക്ക് കുട്ടികളില്ലല്ലോ. അപ്പൊ എന്നെ കല്യാണം കഴിച്ച ഈ കുടുംബത്തിനൊരു കുട്ടിയെ കിട്ടില്ലേ, പിന്നെ എന്താ നിങ്ങക്ക് പ്രശ്നം? നീ മിണ്ടി പോവരുത്, നിർത്തിക്കോ. ഞാൻ മിണ്ടി നിന്റെ ചെറു ഞാൻ അടിച്ചാ പൊട്ടിക്കും ഞാൻ. നീ എന്താ വിചാരിച്ച് ഞങ്ങൾക്ക് കുട്ടികളില്ലാത്ത ഞങ്ങളുടെ കുറവുകൊണ്ടാണെന്നോ? അത് ദൈവത്തിന്റെ ഒരു തീരുമാനങ്ങളാണ്. ആ കാര്യത്തിൽ ഇടപെടാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? പ്രണയല്ലടി, പ്രാന്താണ്, പ്രാന്ത്. ഈ സോഷ്യൽ മീഡിയയിലെ ആഡംബര ജീവിതം കണ്ടിട്ട് നിനക്കുണ്ടായ അത്യാഗ്രഹം. നീ എന്താ വിചാരിച്ച് സ്വന്തം താത്താന്റെ ഭർത്താവിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ പോയി റീൽസ് ചെയ്യാൻ സൂക്കാന്ന് നീ വിചാരിച്ചില്ലടി? പിന്നെ ഒരു കാര്യം, ഒരു പുരുഷൻ നിന്നോട് സ്നേഹത്തോടെ പെരുമാറുണ്ടെങ്കിൽ അത് നിന്റെ സൗന്ദര്യം കണ്ടിട്ട് മാത്രമല്ല, അവർ നിന്റെ സ്വന്തം അനിയത്തിയെ പോലെ കണ്ടിട്ടാണ് ഈ പെരുമാറുന്നത്. സ്വന്തം ചോരയുടെ ജീവിതം തകർക്കാൻ നോക്കുന്നത് നിന്നെ പോലെ ഒരുത്തി വീട്ടിലുണ്ട് എന്നറിഞ്ഞ എൻ്റെ ഉമ്മയുടെ നെഞ്ചു പൊട്ടും. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിക്കും, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നീ അറിയും. താത്ത, എന്നോട് ക്ഷമിക്കൂ താത്ത. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് തെറ്റ് പറ്റിപ്പോയി താത്ത. എന്നോട് ക്ഷമിക്കണം താത്ത. അത് ശരി, ഇതാണല്ലോ നിങ്ങളുടെ പഠിപ്പ്. നല്ല പഠിപ്പ് തന്നെയാണ്. മതി മതി, രണ്ടാളും എണിച്ചിട്ട് വാ, ഇനി ഭക്ഷണം കഴിക്കാൻ നോക്ക്. ബാ വാ ഷാന, നമുക്കിനി ഭക്ഷണം കഴിച്ചിട്ട് വർത്താനം പറഞ്ഞോണ്ട് പഠിക്കാം. ഓക്കെ.